പാകിസ്ഥാനില് ലാഹോറിലെ ഒരു സ്ഥലത്ത് ഒരു ലോക്കൽ കടയിൽ ഭയങ്കര തിരക്ക്. ഞങ്ങൾ അവിടെ പോയിട്ട് ബിരിയാണി കഴിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ബിരിയാണി. പാകിസ്ഥാനിലെ എക്സ്പെൻസ് ഭയങ്കര കുറവാണ്, ഒട്ടുമില്ല, ഭയങ്കര പൈസ കുറവാണ്. ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോൾ അത് പലരും ഞെട്ടുകയെ നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയതൊക്കെ. ഒന്നാമത് ഞാൻ ആ പെഹൽഗാം ഇഷ്യൂവിന് മുമ്പാണ് പോയത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയത്തില്ല. അപ്പം അന്ന് പോകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല എന്ന് തോന്നിയത് അർജന്റീനയാണ്. കുറെ എന്തൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാത്തൊരു രാജ്യമാണ്. അങ്ങനെ അവിടെ വെച്ച് എൻ്റെ ഫോണും പോയി. ഫോണും പോയോ? അത് തട്ടിപ്പറിച്ചുണ്ടായി, കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുണ്ടായി. ഏറ്റവും കൂടുതൽ സുന്ദരിമാരുള്ള രാജ്യം ഏതാ? അങ്ങനെ ചോദിച്ചാൽ വലിയ പാടായിരിക്കും. കുറെ ഉണ്ട്. പാകിസ്ഥാനിലെ നല്ല സുന്ദരിമാരുണ്ട്, കാശ്മീരിലെ കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള സ്ത്രീകളുള്ള സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അപ്പുറത്ത്. ഏറ്റവും കൂടുതലും ഹോം സിക്നെസ് ഫീൽ ചെയ്തൊരു കൺട്രി ഏതാ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ കല്യാണത്തിന് ശേഷം ഇത്തിരി കൂടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഈ പ്രോസസ്സ് തന്നെ ഏതാണ്ട് 8-7 വർഷത്തോളം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും രാജ്യങ്ങൾ തന്നെ പോകുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 10,000 രൂപ ഉള്ളെങ്കിൽ ഞാൻ 5,000 രൂപക്ക് ബഡ്ജറ്റ് വരുന്ന ട്രിപ്പ് പോകും. എനിക്ക് പോകാൻ പറ്റുന്നില്ല, കാശില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നാൽ നടക്കില്ല. ഷെറിൻ ബ്രോ, ഹലോ, വെൽക്കം. ശരിക്കും ഇപ്പോൾ എങ്ങനെയുണ്ട് യാത്രയും യാത്രാ ജീവിതവും ഒക്കെ എവിടം വരെയായി? യാത്രകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരെണ്ണം തീരുമ്പോൾ അടുത്ത് പ്ലാൻ ചെയ്യുന്നു. ഞാനത് പ്രൊഫഷണലായിട്ട് എടുത്തേക്കുന്നതുകൊണ്ടേ നമ്മൾക്ക് പോയല്ലേ പറ്റുള്ളൂ, കണ്ടന്റ് ഉണ്ടാക്കണ്ടേ. അല്ല, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് ആളുകൾക്ക് യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാവരെയും കൊണ്ടും അത് പറ്റണമെന്നില്ല. അപ്പം ഏത് മൊമെന്റിലാണ് ഈ യാത്ര ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വന്നതും അതുപോലെ തന്നെ ഇതൊരു വ്ളോഗ് ആക്കിയാൽ കൊള്ളാം എന്ന് തോന്നിയതും? ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ യാത്ര ചെയ്യുന്നുണ്ട്. എനിക്ക് 19 വയസ്സുള്ളപ്പോഴൊക്കെ ഞാൻ നോർത്ത് ഈസ്റ്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു, ആന്ധ്രാപ്രദേശ്. അന്നൊന്ന് വീഡിയോ ഒന്നുമില്ല, അന്ന് എനിക്ക് ഫോട്ടോ എടുക്കണ മൊബൈൽ പോലും ഇല്ല. അന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായി, അവൻ്റെ കയ്യിൽ സാധാ ഒരു പഴയ ഫോൺ കണ്ടിട്ടില്ലേ, ഒരു കുഞ്ഞ ക്യാമറ ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ക്യാമറ ഉള്ള ഫോണൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ അത്ര ക്ലാരിറ്റി ഇല്ല. 10-12 വർഷം മുമ്പൊക്കെ. പിന്നെ ഒരു കുഞ്ഞ ക്യാമറ ഉണ്ട്, അതിനകത്ത് എടുക്കുന്ന ഫോട്ടോസൊക്കെ മാത്രമേ ഉള്ളൂ. അന്നൊന്നും വീഡിയോ ഒന്നുമില്ല. നമ്മൾ പണ്ടും പോകുന്നുണ്ട്, പിന്നെ കാലക്രമേണ ഈ ഒരു ഇതിനകത്തേക്ക് വന്നു. അങ്ങനെ രസത്തിന് വീഡിയോ ഇട്ട് തുടങ്ങിയാണ്, പിന്നെ അതൊരു സ്ഥിരം വീഡിയോ ഇടലാക്കി. ഇപ്പൊ എന്തായാലും 1 million ഒക്കെ ഓവർകം ചെയ്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. അതായത് ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത്, ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത്, ജോലിയൊന്നുമില്ല, കൈ കാശില്ല, വെളിയിലോട്ട് ഇറങ്ങണം, പട്ടിണി കിടക്കണമെങ്കിലും 1000 രൂപ ദിവസം വേണം എന്ന് പറയുന്നൊരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത്, റൂമിൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണും. അങ്ങനെ ഞാൻ ടെക് ട്രാവൽ ഈറ്റ് ബൈ സുജിത് ഭക്തൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വീഡിയോ എനിക്ക് സജഷൻ വന്നത്. സത്യം, ഞാൻ ഭയങ്കര ഫ്രാങ്കായിട്ട് പറയാം. അപ്പം ഞാൻ ആ വീഡിയോ കണ്ടപ്പം എനിക്ക് ശരിക്കും ആ ഒരു ഡിപ്രഷൻ, എനിക്ക് സീരിയസ് ഒന്നും ഓർമ്മയില്ല, പക്ഷെ ആ ഡിപ്രഷന് ഒരു ഭയങ്കര റിലാക്സ് ഫീൽ തോന്നി. അതായത് ഇപ്പം ഒരാൾ ഒരു സ്ഥലത്ത് പോകുന്നു, ആ സ്ഥലത്തെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു, അവിടുത്തെ സ്ട്രീറ്റിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ആ ഒരു മൈൻഡിൽ നിന്നും കാര്യങ്ങളൊക്കെ മാറി ഒരു ന്യൂട്രൽ ലെവലിലേക്ക് പോയി. ശരിക്കും ആ ഒരു സമയം മുതലാണ് ഞാൻ പിന്നെ പാകിസ്ഥാൻ സീരീസ് പിന്നെ എല്ലാം ഞാൻ ഓൾമോസ്റ്റ് ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം കാണാറുണ്ട്. പക്ഷെ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു താങ്ക്സ് കേട്ടോ. ഇതെനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് ഇങ്ങനെ സെയിം സംഭവം. അത് പണ്ടോട്ടുണ്ട്. പണ്ട് ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത്, ലോക്ക്ഡൗൺ സമയത്തും നമ്മുടെ വീഡിയോ ഇങ്ങനെ ആൾക്കാർ ഇരുന്ന് കാണുന്നു. ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജ്, ആത്മഹത്യന്ന് റിക്കവർ ആയ ആൾക്കാരുണ്ട്. എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അത് എനിക്ക് ഒരു നീണ്ട മെസ്സേജ് ഒക്കെ അയക്കും. അപ്പോഴാണ് ഞാൻ അറിയണത് നമ്മുടെ ഈ വീഡിയോസ് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. തീർച്ചയായിട്ടും, സീരിയസ്ലി ഞാനത് പറഞ്ഞേ. എനിക്ക് നിങ്ങളുടെ പ്രസന്റേഷൻ സ്റ്റൈലും അതുപോലെ തന്നെ നിങ്ങൾ ഓരോ കാര്യത്തെ അവതരിപ്പിക്കുന്ന രീതി, കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു ഫ്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് മെന്റലി എനിക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്തു. സോ അതാണ് ഞാൻ പറഞ്ഞത്. അതിപ്പം അതുപോലെ എന്നെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകളുണ്ടാവും. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് ടിപ്സ് ഒന്ന് പറയാൻ പറ്റുമോ? അതായത് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവർക്കും പോകാൻ പറ്റുന്നില്ല. അത് ശരിക്കും പറ്റും, നമ്മൾ അത് വിചാരിക്കാത്തതുകൊണ്ടാണ്.
അതായത് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നില്ല, അതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്. ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആഗ്രഹിച്ചിട്ട് മാത്രം എന്ന് വെച്ചാൽ അത് നമ്മൾ വിചാരിച്ച് പോകാൻ പറ്റും. ചിലർ അയ്യോ കാശില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയും നമ്മുടെ കയ്യിൽ പൈസ വരികയൊക്കെ ചെയ്യും. പക്ഷെ ഫസ്റ്റ് അതിനു വേണ്ടി ഒന്ന് മെനക്കെട്ട് ഇറങ്ങണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നമുക്ക് യാത്ര പോകാൻ പറ്റും തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളതും. അത് എത്ര പൈസ ഇല്ലാത്ത ആളായാലും ഇന്നത്തെ കാലത്ത് അധികം പൈസയൊന്നും വേണ്ട യാത്ര ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ കൂട്ടി വെച്ചാണെങ്കിലും ഒരു വർഷത്തിലോ 2 വർഷം കൂടുമ്പോഴൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര ഇപ്പം പറഞ്ഞില്ലേ, ഒരുപാട് പൈസയൊന്നും വേണ്ട എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും നമുക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ഞാനൊക്കെ ഈ യാത്രകൾ തുടങ്ങി തന്നെ ഫസ്റ്റ് തന്നെ ഇന്റർനാഷണൽ ട്രിപ്പ് അല്ല പോകണേ. കേരളത്തിലെ ലോക്കൽ സ്ഥലങ്ങൾ, എൻ്റെ വീടിൻ്റെ അടുത്ത സ്ഥലങ്ങൾ ആദ്യം കാണുന്നു. ഇപ്പം എൻ്റെ വീഡിയോ സീരീസ് ആദ്യം വർഷങ്ങളായിട്ട് കാണുന്നവർക്ക് ആ ചേഞ്ച് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ലോക്കൽ സ്ഥലങ്ങളാണ് ആദ്യം വിസിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ജില്ല വിട്ടു പോകുന്നു, പിന്നെ സംസ്ഥാനം വിട്ടു പോകുന്നു, അതിനുശേഷം ഇന്ത്യയിലെ സ്ഥലങ്ങളൊക്കെ മാക്സിമം കണ്ട് അതിനുശേഷം പിന്നെ ഇന്റർനാഷണൽ, അങ്ങനെ പയ്യെ സ്റ്റെപ്പാണ്. ഇപ്പം എൻ്റെ ഈ പ്രോസസ്സ് തന്നെ ഏതാണ്ട് 8-7 വർഷത്തോളം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും രാജ്യങ്ങൾ തന്നെ പോകുന്നത്. ഒറ്റയടിക്ക് പോകണമല്ല, നമ്മൾ ആദ്യമേ പയ്യെ കുറച്ച് സ്ഥലങ്ങളും അതുപോലെ ഫിനാൻഷ്യലും അതുപോലെ മാനേജ് ചെയ്യണമല്ലോ. അതായത് നമ്മൾ യാത്ര പോവാണ്. എന്നിപ്പോ എന്റെ കേസിലൊക്കെ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പൊ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ 5,000 രൂപക്ക് ബഡ്ജറ്റ് വരുന്ന ട്രിപ്പ് പോകും. 10,000 രൂപ ഉണ്ടെങ്കിൽ എവിടെയൊക്കെ പോകാൻ പറ്റും? അയ്യോ അത് ഇഷ്ടംപോലെ സ്ഥലത്ത് നമുക്ക് ഡൽഹി വരെ പോകാമല്ലോ. പിന്നെ ബഡ്ജറ്റ് ഒക്കെ സൗകര്യങ്ങൾ കുറവായിരിക്കും, ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് ട്രെയിൻ എടുക്കുക, പോവുക. 10,000 രൂപ ഡൽഹിയും രാജസ്ഥാൻ അങ്ങനെ വേണമെങ്കിൽ അതൊക്കെ പോയിട്ട് വരാം. പക്ഷെ സൗകര്യങ്ങൾ ഇത്ര ഉണ്ടാവില്ല. ഹോസ്റ്റലുകൾ കിട്ടും ദിവസം ഡെയിലി പേ ചെയ്ത് 250 രൂപ 300 രൂപ അല്ലെങ്കിൽ മാക്സിമം 500, അതിനുള്ള ഹോസ്റ്റലുണ്ട്. ഇനി അതല്ലെങ്കിൽ ഈ കൗച്ച് സർഫിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഹോസ്റ്റലുകൾ ഉണ്ടാവും, ആളുകളുടെ വീട്ടിൽ പോയി താമസിക്കാം, ഫ്രീ ആയിട്ട് കാശൊന്നും കൊടുക്കണ്ട. അങ്ങനെയൊക്കെ പറ്റുമോ? അതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റും. അങ്ങനെയൊക്കെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇന്റർനെറ്റിന്റെ സാധ്യതകളും ഇതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. ഇതിനു വേണ്ടി മെനക്കിടണമെന്നാണ് നേരത്തെ പറഞ്ഞ. ഇതിനുവേണ്ടി അന്വേഷിക്കില്ല, എനിക്ക് പോകാൻ പറ്റുന്നില്ല, കാശില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നാൽ നടക്കില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പിടിച്ചാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഹിച്ച് ഹൈക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരില്ലേ, അവര് ലിഫ്റ്റ് ചോദിക്കുന്നു, കയറുന്നു, പോകുന്നു. പക്ഷെ അതൊക്കെ എത്രമാത്രം സേഫ് ആയിരിക്കും? സേഫ്റ്റി പ്രശ്നമുണ്ട്, എന്നാലും അതൊരു രാത്രിയിലെ യാത്രയൊക്കെ ഇത്തിരി ഒഴിവാക്കിയാൽ മതി. ചില ഏരിയകളൊക്കെ കുറച്ച് പ്രശ്നം കാണുമായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചും സ്റ്റഡി ചെയ്യണം, മനസ്സിലാക്കി തന്നെ പോകണം. അതിനായിട്ട് നമ്മൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്നാലേ കാര്യം നടക്കത്തുള്ളൂ. ഇതിന്റെ പ്രശ്നം വെച്ചാൽ സമയം വേണം. നമുക്ക് പലർക്കും ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഇതാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോകേണ്ട സിറ്റുവേഷൻ. ഇപ്പൊ ഈ ആമ്പിള്ളേരുടെ കേസൊക്കെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നിയിട്ടുള്ള കുടുംബം കൂടി നോക്കണം. വീട്ടിലെ ലോണ്, പെങ്ങളെ കെട്ടിച്ച കാശ്, ഇതൊക്കെ ലോണുകളൊക്കെ അടച്ച് വീട്ടിലെ കാര്യം നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ല എന്ന് വരും. പക്ഷെ അതിൻ്റെ ഇടയിലും പോകാൻ പറ്റും തന്നെയാണ് കാരണം ഞാൻ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. നല്ല പ്ലാൻഡ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ മെയിൻ പ്രശ്നം നമ്മൾ സ്കൂളിലും പഠിപ്പിക്കാനല്ലോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ്, എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. കാശ് കിട്ടിയാൽ അതെങ്ങനെ മാനേജ് ചെയ്യാനൊന്നും ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ലോട്ടറി അടിച്ചവരൊന്നും എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാർക്കും അറിയത്തില്ല ശരിക്കും. അതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ക്യാഷ് എങ്ങനെ മാനേജ് ചെയ്യാം. സ്കൂളിലൊക്കെ സിലബസ് ഇപ്പോഴും 80കളിൽ. പിന്നെ അത് നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുക. എക്സാമ്പിൾ ഡ്രൈവിങ് പോലും അതൊക്കെ എല്ലാവർക്കും ലൈസൻസ് ഉണ്ട്, പക്ഷെ ഓടിക്കാൻ അറിയാവുന്ന ആളുകൾ ഭയങ്കര കുറവാ. ലൈസൻസ് കിട്ടും എല്ലാവർക്കും, പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. ഓക്കെ, ഞാൻ വേറെ കാര്യം ചോദിക്കുന്നത്, ഇപ്പം ഈ ട്രാവലൊക്കെ പോകത്തില്ലേ, ട്രാവൽ പോകുന്ന സമയത്ത് ഏറ്റവും ആദ്യം ബാഗിൽ വെക്കുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാ? ക്യാമറ, ജീവിതം. അല്ലാണ്ട് ക്യാമറയും ബാറ്ററി, പിന്നെ പവർ ബാങ്ക്, അങ്ങനെയുള്ള നമുക്ക് ഇപ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. ക്യാമറയൊക്കെ നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമാണെങ്കിൽ നമുക്ക് പേഴ്സണലി നമുക്ക് ഇത് എവിടെ പോയാലും നമുക്ക് ഇത് വേണം, അങ്ങനെ എന്തെങ്കിലും. അത് ഓരോ സ്ഥലങ്ങളുടെ അനുസരിച്ചിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ റീസെന്റ് റഷ്യ പോയിട്ട് വന്നു, സൈബീരിയയിലെ പോയ അവിടെ -50 വരുന്നത്. അപ്പൊ ഉറപ്പായിട്ടും നമുക്ക് അതിനനുസരിച്ച് ഡ്രസ് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ പക്ഷെ എൻ്റെ ഈ ഡ്രസ്സൊക്കെ മേടിക്കാനുള്ള പൈസ ഇല്ല എന്ന് വെച്ചാൽ പൈസ ഇല്ലെന്ന് വെച്ചാൽ അത് ഭയങ്കര എക്സ്പെൻസ് ആയി. വിന്റർ ക്ലോത്തിന് എക്സ്പെൻസ് കൂടുതലാണ്. ആണല്ലേ? നമുക്കൊരു തെർമൽ മേടിക്കണമെങ്കിൽ തന്നെ ഒരു നേരിയ ടീഷർട്ട് അതിന് 3000 രൂപ വരും ഒരു തെർമലിന്. ഞാൻ ഇവിടുത്തെ കടയിൽ ഇവിടെയുള്ള സ്പോർട്സ് കടകളിൽ ചോദിക്കുമ്പോൾ ഇത്രയും റേറ്റ് ഉണ്ട്. ഞാൻ ഇട്ടുകൊണ്ട് പോയ ജാക്കറ്റിന് 25,000 രൂപയായിരുന്നു. കാരണം ആ ജാക്കറ്റ് ഇല്ലെങ്കിൽ സർവേ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോർമൽ ഡ്രസ്സ് ഇട്ട് നടക്കാൻ പറ്റില്ല. അപ്പൊ അത് മേടിക്കേണ്ടി വരും. ഏതാണ്ട് 80,000 രൂപയാണ് ഞാൻ വിന്റർ ക്ലോത്തിന് വേണ്ടി ചെലവാക്കിയത്. അല്ലെങ്കിൽ ആ ട്രിപ്പ് വേണ്ടാന്ന് നോക്കേണ്ടി വരും. അത് ശരിയാവല്ലോ, നമ്മുടെ ഒരു ഉള്ളിലൊരു സംഭവം കിടപ്പുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. ചില ഏരിയയിലോട്ട് പോകണമെങ്കിൽ എക്സ്പെൻസ് അതിനനുസരിച്ച് വേണം. പക്ഷെ ട്രിപ്പിന്റെ കോസ്റ്റ് ഭയങ്കര കുറവാണ്. ഓ ശരി. ലോക്കലി കറങ്ങാൻ നമുക്ക് വലിയ പൈസയൊന്നും വേണ്ട. പക്ഷെ നമുക്ക് ഇതുപോലെ ജാക്കറ്റ് മേടിക്കണം, ചില സ്ഥലത്ത് ഫ്ലൈറ്റ് കയറി പോകേണ്ടി വരും, അതിന് എക്സ്പെൻസ്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ പോയിട്ടുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരു രാജ്യത്ത് ചെന്നിട്ട് ഏറ്റവും കൂടുതലും ഹോം സിക്നെസ് ഫീൽ ചെയ്തൊരു കൺട്രി ഏതാ? അങ്ങനെ ചോദിച്ചാല് ഇപ്പൊ കല്യാണത്തിന് ശേഷം ഇത്തിരി കൂടിയിട്ടുണ്ട്. എനിക്ക് നേരത്തെ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. നേരത്തെ നമുക്ക് ഈ മാക്സിമം സ്ഥലം ചുരുങ്ങിയ ഡേയ്സിനുള്ളിൽ കവർ ചെയ്ത് തിരിച്ചു വരണം എന്നുള്ളൊരു പ്ലാനാണ് എനിക്ക്. പിന്നെ ഓരോ കൺട്രിയിൽ നിന്ന് ഇങ്ങനെ മാറി മാറി പോകാൻ എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് എപ്പോഴെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് വന്ന് കുറച്ച് ദിവസം നിന്ന് അപ്പൊ ഒന്ന് റിലാക്സ് ആയി ഒന്ന് മൊത്തത്തിൽ ഒന്ന് മൈൻഡൊക്കെ റീസെറ്റ് ആവും, വീണ്ടും പോകും. എനിക്ക് അങ്ങനെ പോകാൻ ഇഷ്ടം. കണ്ടിന്യൂസ് ഇങ്ങനെ നമുക്ക് ഏറ്റവും ചെലവ് ചുരുങ്ങിയ പരിപാടി അതാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് ചെന്നാല് അവിടെ നിന്ന് കണക്ട് ചെയ്ത് അടുത്ത രാജ്യം അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് വന്നാൽ എക്സ്പെൻസ് അനുസരിച്ച് കുറവായിരിക്കും. കാരണം എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെയും ചിലവ് കൂടല്ലേ. പിന്നെ എൻ്റെ എഡിറ്റിങ്ങിന്റെ രീതി കൊണ്ടും കണ്ടിന്യൂസ് പോയി കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തൊക്കെ മുടങ്ങും. ഓ ശരി ശരി. അപ്പൊ നമ്മളൊരു ഡേയ്സ് പ്ലാൻ ചെയ്ത് ഒരു ഏരിയ സ്ഥലമൊക്കെ മൊത്തം വീഡിയോ ഒക്കെ എടുത്ത് കവർ ചെയ്ത് തിരിച്ചു വന്ന് അതിന്റെ വീഡിയോ ഒക്കെ ഇടാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും പോകും അടുത്ത ഏരിയയിലുള്ള. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഹോം സിക്നെസ് തോന്നിയ രാജ്യങ്ങളൊന്നുമില്ല? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏത് രാജ്യത്ത് ചെന്നാലും അങ്ങനെ തോന്നാറില്ല. മാക്സിമം സ്ഥലങ്ങൾ എന്നുള്ളതാണ്. നമ്മളെപ്പോഴും തിരിച്ചു വരുമല്ലോ. ഓക്കെ. ഈ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് ആണോ ഇഷ്ടം? ഇപ്പൊ കല്യാണം കഴിഞ്ഞിപ്പം 1 വർഷമായില്ലേ, അപ്പം ഇനിയും പാർട്ട്ണറുമായിട്ടുള്ള ഒരു ട്രിപ്പാണോ ഇഷ്ടം? എങ്ങനെയാ? സോളോ ട്രിപ്പാണ് ഇഷ്ടം. പക്ഷെ ഇടയ്ക്ക് നമ്മൾ പോവും, ഒന്നിച്ച് പോവാറുണ്ട്, ഫാമിലി ആയിട്ട് പോവാറുണ്ട്. അല്ല, അപ്പൊ ഈ സോളോ ട്രിപ്പ് ഇങ്ങനെ പോകുന്ന സമയത്ത് പുള്ളിക്കാരി ചോദിക്കത്തില്ലേ എന്തോ മനുഷ്യത് എന്നെ കൂടെ ഇവിടെ കൊണ്ടുപോകും? പൊതുവെ അങ്ങനത്തെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ആൾ അങ്ങനെയല്ല. നമ്മുടെ ആള് സിറ്റുവേഷൻ അറിയാം, ലൈഫ് ജീവിതം കണ്ടിട്ടുണ്ട്, അങ്ങനെ കുറെ. അതാണ് ആളെ കിട്ടിയത്. ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് അല്ല, പക്ഷെ ഞങ്ങള് സംസാരിച്ചു, എന്നിട്ട് അറേഞ്ച് മാരേജ് നടത്തിയാണ്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാ? എനിക്കിഷ്ടം ബിരിയാണിയാണ്. ബിരിയാണിയാണ് ഏറ്റവും ഫേവറേറ്റ്? ബിരിയാണിയാണ്. മന്തിയും ബിരിയാണിയും വെച്ചാ ബിരിയാണി എനിക്ക് ഇഷ്ടമല്ല, ബിരിയാണിയാണ്. ഇത്രയും രാജ്യങ്ങളിൽ പോയ ഇത് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, മന്തിയാണോ ഹെൽത്തി, ബിരിയാണിയാണോ ഹെൽത്തി? രണ്ടും ഹെൽത്തി ആണെന്ന് വെച്ചാൽ രണ്ടും ഓവർ കലോറീസ് ആയിരിക്കുമല്ലോ. ഹെൽത്തി വൈസ് അല്ലല്ലോ, നമ്മൾ ടേസ്റ്റ് വൈസ് ആണല്ലോ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കിഷ്ടം ബിരിയാണിയാണ്. ഇഷ്ടം. ബിരിയാണി പിന്നെ ഏത് രാത്രി പോലും മിക്ക സ്ഥലങ്ങളിൽ കിട്ടും. ചില ഇന്ത്യൻ റെസ്റ്റോറന്റുകളൊക്കെ കാണും, അവിടെ ബിരിയാണി കിട്ടും. നമ്മുടെ ഈ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. എല്ലാം വേറെ. ഈ ഒരു രാജ്യത്ത് ചെന്നിട്ട് ഏറ്റവും വെറുക്കപ്പെട്ട ഫുഡ് ഏതാ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമുക്ക് കൊള്ളാം എന്ന് തോന്നിയാൽ മാത്രമേ തിന്നുള്ളൂ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു ഇതൊന്നുമില്ല. പിന്നെ എൻ്റെ മൈൻഡിലുള്ളത് ആ രാജ്യത്തെ ഫുഡ് അങ്ങനെയായിരിക്കും. അതുകൊണ്ട് അവിടുത്തെ ടേസ്റ്റ് നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ കഴിക്കും. പിന്നെ ചീത്തയാണെങ്കിൽ മോശമാണെങ്കിൽ പിന്നെ ട്രൈ ചെയ്യില്ല. പക്ഷെ അത്ര ഒട്ടും കൊള്ളില്ല എന്ന് ഒന്നും തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യത്ത് നിന്നിട്ട് ഏറ്റവും ഇതുവരെ പോയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതായത് ആ രാജ്യത്തെ അത് കൊള്ളാം കേട്ടോ, അടിപൊളിയാ എന്ന് തോന്നിയിട്ടുള്ള ഫുഡ് ഏതാ? അത് ഈ റീസെന്റ് പോയ പാകിസ്ഥാനില് ലാഹോറിലെ ഒരു സ്ഥലത്ത് ഒരു ലോക്കൽ കടയില് ഭയങ്കര തിരക്ക്. ഞങ്ങള് അവിടെ പോയിട്ട് ബിരിയാണി കഴിച്ചു. ബിരിയാണി കടയാണത്, ബിരിയാണി മാത്രമുള്ള അവിടെ. അതാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ബിരിയാണി. ആണോ? ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എന്ത് ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി. ചിക്കനും ബീഫൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ച ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ചിക്കനൊക്കെ ഇങ്ങനെ ഭയങ്കര പൂവ് ഭയങ്കര സോഫ്റ്റും ഭയങ്കര ടേസ്റ്റും ആയിരുന്നു.
അല്ല അപ്പം എങ്ങനെ ഇതിന്റെ പ്രൈസ് ഒക്കെ കമ്പാരിറ്റീവ്ലി കൂടുതലാണോ കുറവാണോ? പാകിസ്ഥാനിലെ എക്സ്പെൻസ് ഭയങ്കര കുറവാണ്. ആ ആ ഒട്ടുമില്ല, ഭയങ്കര പൈസ കുറവാണ്. പക്ഷേ കറൻസിക്ക് വലിയ നോട്ടൊക്കെ ആയിരിക്കും കൊടുക്കണം. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ മണി നോക്കുമ്പോൾ കുറവാണ്. നല്ല കിടിലം ഫുഡുമാണ്. നല്ല ഫുഡ്. ആളുകളൊക്കെ ഭയങ്കര എങ്ങനെയാ ഭയങ്കര വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്, ഭയങ്കര സഹകരണമാണ്. ഇല്ല, ഇന്ത്യൻ ആണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കുറെ കൂടെ ഒരു ഒന്നാമത് ഞാൻ ആ പെഹൽഗാം ഇഷ്യൂന് മുമ്പാണ് പോയത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയത്തില്ല. അപ്പൊ അന്ന് പോകുമ്പോ വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോ അവര് പലരും ഞെട്ടുപോയേ, ഇന്ത്യ നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയതൊക്കെ. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നത്. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മള് കൂടുതലും ഇപ്പൊ ഓരോ രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് പറയുന്നത് അവിടുത്തെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ അല്ലെങ്കിൽ ആ രാജ്യത്തെ കുറിച്ച് അറിഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത്. അപ്പം ശരിക്കും വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ ഭയങ്കര രസമായൊരു തോന്നിയൊരു രാജ്യം അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ വരണ്ടായിരുന്നു എന്ന് തോന്നിയ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ പ്ലാൻ ചെയ്യുന്നത് തന്നെ ആ രാജ്യത്ത് പോയി ഇന്ന സ്ഥലങ്ങൾ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിട്ട് പോണ. അപ്പം പോയി ചെന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇതുവരെ അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ല. എല്ലാ രാജ്യവും ഭയങ്കര പുതിയ പുതിയ കാഴ്ചകളായതുകൊണ്ട് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോന്നിനും അതിൻ്റെതായ ബ്യൂട്ടി. ഭയങ്കര രസമാണ്. എനിക്ക് അങ്ങനെ മോശമാണെന്നൊന്നും ഒരു രാജ്യവും തോന്നിയിട്ടില്ല. പിന്നെ പല സ്ഥലത്തും ചിലപ്പോൾ മോശം അനുഭവങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷെ എനിക്ക് അതും കുറവാണ്. 1-2 കേസുകളല്ലാണ്ട് അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒട്ടും വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല എന്ന് തോന്നിയത് അർജന്റീനയാണ്. കുറെ എന്തൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാത്തൊരു രാജ്യമാണ് അർജന്റീന. പക്ഷെ കുറച്ച് രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയൊരു വാവ് ഫാക്ടർ അല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇങ്ങനെ അതിശയിപ്പിക്കണമൊന്നും ഇല്ലാത്ത പോലെ തോന്നി. ഒരു നോർമൽ സ്ഥലം. അങ്ങനെ അവിടെ വെച്ച് ഫോണും പോയോ? തട്ടിപ്പറിച്ചുണ്ടായി, കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുണ്ടായി. ആണോ? എന്നിട്ട് എന്ത് ചെയ്തു? ഒന്നും ചെയ്യാനില്ല, അത് പോയി. അല്ല, അപ്പൊ പോലീസിലൊന്നും കംപ്ലൈന്റ് ചെയ്തില്ല? അവിടെ അങ്ങനത്തെ ഇതൊന്നുമില്ല. പോലീസൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ഇവിടുത്തെ പോലീസുകാരായിട്ടുള്ള ആ രീതിയിലേക്ക് അവർ ചെയ്യുന്നല്ല, അവരനങ്ങ പോലും ഇല്ല. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഫോറിനേഴ്സ് ആണെങ്കിലും നമുക്കാണെങ്കിലും എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസ് ആക്ഷൻ എടുക്കും. അവിടെ അങ്ങനെയൊന്നുമില്ല. അവിടെ എന്ന് വെച്ചാൽ സൗത്ത് ഏഷ്യ അല്ല ഈ സൗത്ത് അമേരിക്കൻ കൺട്രീസിൽ ഇത് നോർമലാണ് ഫോൺ കൊണ്ടുപോകാന്നുള്ളത്. അപ്പോ ഈ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഒക്കെ ആയിരുന്നല്ലോ. ഫോണിലൊന്നും ചെയ്യാനൊന്നും അവർക്ക് പറ്റത്തില്ല. അവർക്ക് എനിക്ക് തോന്നുന്നു ഐഫോൺ ആയിരുന്നു. എനിക്ക് മനസ്സിലാക്കിയത് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ പൊളിച്ചെടുത്തിട്ട് അതിന്റെ ഡിസ്പ്ലേ സെപ്പറേറ്റ് ആയിട്ട് ബാറ്ററി അങ്ങനത്തെ പാർട്സ് ഒക്കെ എടുത്ത് വിൽക്കായിരിക്കും. അല്ലാണ്ട് ഫോണിലെ ഡാറ്റ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ലോക്കായിട്ടിരിക്കല്ലേ. ഞാനൊന്നും ചെയ്യാനൊന്നുമില്ല. വീഡിയോ എടുത്താണ്, അന്നത്തെ ദിവസം വീഡിയോ പോയി. അല്ല, ഈ പോലീസുകാരുടെ അടുത്ത് ഞാൻ ചെന്നു, പോലീസ് സ്റ്റേഷനിൽ ചെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞ അവിടെ പോയി ഇരിക്കാനാ പറഞ്ഞ. 3 മണിക്കൂർ അവിടെ കുത്തിയിരുന്നു, ഒരു കാര്യമില്ല. എന്നിട്ട് ഒരു പോലീസുകാർ വന്നിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച്. സ്പാനിഷ് ആണ് ലാംഗ്വേജ്, അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ട്രാൻസ്ലേറ്ററൊക്കെ ഇട്ട് സംസാരിച്ച്. അപ്പൊ അവര് മറ്റേ നമ്മുടെ ഇവിടുത്തെ FIR ഇടൂല, അതുപോലെ കംപ്ലൈന്റ് കൊടുത്ത് അതിന്റെ പേപ്പറൊക്കെ മേടിച്ച് IMEI നമ്പറൊക്കെ കൊടുത്തിട്ട് ഞാൻ അതിന്റെ പേപ്പർ മേടിച്ചു. കിട്ടിയാ അറിയിക്കാന്നൊക്കെ പറഞ്ഞു. അത് നമുക്കറിയാം, നോർമൽ ഡയലോഗ് ഒന്നുമില്ല. പക്ഷെ ഞാനത് ആ പേപ്പർ കിട്ടി എന്ന് വെച്ചാൽ ആ പേപ്പർ മേടിച്ചിട്ട് നാട്ടിൽ വന്നു. ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട്, ഞാനത് ക്ലെയിം ചെയ്ത്. അപ്പൊ അതിന്റെ നഷ്ടപരിഹാരമായിട്ട് $1000 കിട്ടി. ഫോണിന്റെ മൊത്തം പൈസ ഇല്ല, എന്നാലും ഓൾമോസ്റ്റ് നല്ല കുഴപ്പമില്ലാത്ത എമൗണ്ട് തിരിച്ചു കിട്ടിയോണ്ട് പൈസയിലെ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഫോൺ പിന്നെ കിട്ടില്ല. കുറച്ച് ദിവസങ്ങൾ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ ട്രാക്കിങ്ങും പോയി. അതൊക്കെ മാറ്റി കാണും. ഒരു വ്ളോഗറെ കാണുമ്പം ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ വ്ളോഗ്സ് ഒക്കെ എടുക്കുമ്പോൾ ഓരോ സ്ട്രീറ്റിലും അതുപോലെയുള്ള ആളുകളൊക്കെ കൂടുന്ന സ്ഥലത്തൊക്കെ നിന്നിട്ട് വീഡിയോസ് എടുക്കാറുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും ഞാൻ എസ്പെഷ്യലി ബ്രോയുടെ ഒരു വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, അപ്പോൾ വീഡിയോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ആളുകൾ ഭയങ്കര കൗതുകത്തോടെ ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ നോക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ശരിക്കുള്ള ഒരു ഫീൽ എന്താ? ഞാൻ ആക്ച്വലി ശ്രദ്ധിക്കാറില്ല. ആദ്യമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു, ഈ ഒരു ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെ സംസാരിക്കും എന്നൊക്കെ ഉള്ളൊരു സംഭവം. പക്ഷെ ഞാനത്
അങ്ങനെ ഒരു പ്രശ്നം എനിക്കൊണ്ട് പലരും നേരിടുന്നുണ്ടാവും. ഞാനൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്താണ് മാറ്റിയത്. സ്റ്റേജ് ഫിയർ മാറ്റിയത് അല്ലേ? സഭാകമ്പം അല്ലേ? ഒരു ക്രൗഡിന്റെ ഇടയിൽ പോയിട്ട് നമുക്കിങ്ങനെ ക്യാമറ പിടിച്ച് സംസാരിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ബസ്സിലേക്ക് ഇരുന്ന ഒരു ചേട്ടാ എന്താ കാണിക്കണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്ഷൻ കാണിക്കും. ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു പേടിയാവും, അയ്യോ പണിയാവുമല്ലോ. പക്ഷെ ഞാനിത് ചെയ്ത് തന്നെ മാറ്റിയത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 7 വർഷം മുമ്പാന്ന് തോന്നുന്നു, ഇവിടെ ഫോർട്ട് കൊച്ചി ജങ്കാർ മറ്റേ വൈപ്പിലിനോട്ട് പോകുന്ന ജങ്കാർ സർവീസ് ഇല്ല, അതിന്റെ ഉദ്ഘാടനമായിരുന്നു. ഫസ്റ്റ് ഇത് ഇറക്കണം പുതിയത്. അപ്പൊ അത് ഭയങ്കര ക്രൗഡ് മുഖ്യമന്ത്രിയൊക്കെ വരുന്നു. ഞാനപ്പോ അവിടെ പോയിട്ട് മൊബൈലിൽ സെൽഫി സ്റ്റിക്കും വെച്ച് ഒരു മൈക്കും വെച്ച് ആളുകൾ നിക്കണതിന്റെ ഇടയിൽ നിന്ന് തന്നെ സംസാരിച്ച്. അങ്ങനെയാണ് ഞാൻ പയ്യെ അതേപോലെ ചെയ്താണ് ഞാൻ മാറ്റിയെടുത്തത്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ല. നമ്മള് പറയാനുള്ള കാര്യങ്ങൾ സംസാരിച്ചങ്ങ് പോകുന്നു. ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് സംസാരിക്കണ്ടെങ്കിൽ അവരോട് സംസാരിച്ച് അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ആക്കി എടുത്ത് ഞാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല. ഇനിയിപ്പോ നേരെ പറഞ്ഞങ്ങ് പോകത്തുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചും കൂടി സുഖമാണ്. നമ്മൾ എന്താണ് ചെയ്യണമെന്ന് ആൾക്കാർക്ക് അറിയാം. പോപ്പുലർ ആണ്. പണ്ട് അങ്ങനെ ഇല്ലല്ലോ, ഇത് എന്താ സംഭവം എന്ന് അറിയില്ല. ഒരു കുറ്റി പിടിച്ചിരിക്കുന്നിട്ട് അവിടെ നിന്ന് ഒറ്റയ്ക്ക് വർത്താനം പറയുന്നത് ഭ്രാന്താന്ന് വിചാരിക്കും. അതെ അതെ. അതുപോലെ ഈ ട്രാവൽ ചെയ്ത് കുറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. എവിടെങ്കിലും ചെന്ന് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉള്ളത് പറയണം. ഇല്ല, എനിക്കങ്ങനെ തോന്നാറില്ല. എന്താന്ന് പറയാൻ പാടില്ല. എന്നുവെച്ചാ നമ്മള് കൊറേ ആൾക്കാരൊക്കെ കണ്ടിട്ട് ക്രഷ് തോന്നിയിട്ടില്ല. ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല. അറിയത്തില്ല. എന്നുവെച്ചാൽ നമ്മള് സ്ഥിരം യാത്ര ചെയ്യുമ്പോ നമ്മളെ ആളുകളെ കാണുന്നതാണ് എല്ലാരും. എന്നുവെച്ചാ പല ആളുകളെ കാണുന്നു, പല ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. അപ്പൊ അതൊരു സ്പെഷ്യൽ ഇതായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല. എനിക്ക് നോർമൽ ആളുകൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നോർമൽ ആളുകളെ കാണുന്ന രീതിയിലുള്ള ഒരു, അല്ലാതെ ഒന്നുമില്ല. അല്ലാതെ. ഏറ്റവും കൂടുതൽ സുന്ദരിമാരുള്ള രാജ്യം ഏതാ? അങ്ങനെ ചോദിച്ചാ വലിയ പാടായിരിക്കും. കൊറേ ഉണ്ട്. പാകിസ്ഥാനിലെ നല്ല സുന്ദരിമാരുണ്ട്, എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ അങ്ങനെ വെച്ചാ ജമ്മു ആൻഡ് കാശ്മീരില് ഭയങ്കര എനിക്ക് തോന്നുന്നു അവര് അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലം ഏതാണ്ട് പറഞ്ഞു. നമ്മള് പലരും പറഞ്ഞിട്ടില്ല കാശ്മീരിലെ കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള സ്ത്രീകളുള്ള സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ. അതുപോലെ തന്നെ അപ്പുറത്തും പാകിസ്ഥാൻ സൈഡും. ബാക്കി മീൻസ് എന്താ പറയാ, നമ്മുടെ ഒരു മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ ഫോറിൻ ലുക്ക് തോന്നുമായിരിക്കും അല്ലേ? ഇപ്പൊ ഞാൻ അർജന്റീനയിൽ പോകുമ്പോ സായിപ്പന്മാരെ പോലെ ഇരിക്കും, പക്ഷെ ഒരു ബ്ലാക്ക് ഹെയർ ആയിരിക്കും നമ്മുടെ പോലെ. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണ ഇവരുടെ പ്രത്യേകതകളാണ്, ശരീര പ്രത്യേകതകള്, ഹെയർ, സ്കിൻ എങ്ങനെയാണ്, മുഖത്തിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കും. ഞാൻ കൂടുതലും അതാണ് ശ്രദ്ധിക്കണം. എനിക്കൊരു ഫോട്ടോ കണ്ട ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ ആൾക്കാരെ ഏത് രാജ്യത്തു നിന്നാണ് എനിക്ക് മനസ്സിലാൻ പറ്റുന്നത്. ഫോട്ടോ ആണെങ്കിൽ ആൾക്കാരെ കണ്ടാല് ഇപ്പൊ എല്ലാരും പറയും ജപ്പാൻകാര്, സൗത്ത് കൊറിയ, അല്ലെങ്കിൽ മ്യാൻമാർ, തായ്ലൻഡ്, ചൈന, ഇവരെല്ലാരെയും കണ്ടാലും ചൈനക്കാരെന്ന് പറയുള്ളൂ. ചിലവര് പറയുന്നത് ആരെയും കണ്ടാൽ മനസ്സിലാവില്ല, എല്ലാവരും ഒരേപോലെ ഇരിക്കുമെന്ന് പറയില്ലേ. പക്ഷെ എനിക്ക് ഇവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും ഏത് രാജ്യത്തു നിന്നാണ്. ഞാനിങ്ങനെ ഒത്തിരി ഒബ്സർവ് ചെയ്യും അവരുടെ ഷേപ്പ് എങ്ങനെ ഇരിക്കണം, ഹെയറിന്റെ കളറ്, സ്കിന്ന് എല്ലാവരും വൈറ്റ് ആയിരിക്കും, ഷേപ്പ് വെച്ചിട്ട് നമുക്ക് രാജ്യക്കാരെ തിരിച്ചറിയാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ കുറെ നല്ല ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പം ബ്രോയുടെ ഒരു അഭിപ്രായത്തില് കശ്മീരും പാകിസ്ഥാനും ഒക്കെ. ഞാൻ അങ്ങനെ കാശ്മീർ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ലഡാക്ക് ഫുൾ പോയിട്ടുണ്ട്. കാശ്മീർ പോകണം, ഞാൻ അത് പ്ലാൻ ചെയ്യണം. ഞാൻ കുറെ ലോക്കൽ സ്ഥലങ്ങൾ ഇതുവരെ കാശ്മീർ പോയിട്ടുണ്ട്, ശ്രീനഗറും എല്ലാം. പക്ഷെ ഇതുപോലെ ഗുൽമാർഗ് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊന്നും, ഈ പെഹൽഗാം ഒന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇനിയിപ്പോ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും മേ ബി. സെക്യൂരിറ്റി ഇഷ്യൂ ഇപ്പൊ പ്രശ്നമില്ല, അത് അന്നും ഇന്നും ഉണ്ട്, ഒരേപോലെ തന്നെയല്ലേ. എല്ലാ കാലത്തും ഒരുപോലെ തന്നെ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നതിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ഇപ്പോൾ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുന്ന സമയത്ത് ഇതുവരെ പോയിട്ടുള്ളതിൽ വെച്ചിട്ട് അവിടുത്തെ സിവിലിയൻസ് ഏറ്റവും കൂടുതൽ വളരെ മാന്യമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തു. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ ഫുള്ള് അങ്ങനെ ആണല്ലേ? അതെന്താ പ്രത്യേകത? അത് എനിക്ക് അറിയത്തില്ല. ഭയങ്കര, അതായത് പരസ്പര ബഹുമാനം കൂടുതലാണ് ഇവർക്ക്. നമ്മളോട് മാത്രമല്ല, അവര് തമ്മിലും അങ്ങനെ തന്നെ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം, പക്ഷെ പൊതു ആയിട്ടുള്ള കാര്യം. ഇപ്പൊ എക്സാമ്പിൾ തായ്ലൻഡിൽ മിക്കവരും പോയിട്ടുണ്ടാവും. തായ്ലൻഡിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും നമ്മളോട് ഭയങ്കര മാന്യമായിട്ട് ബിഹേവ് ചെയ്യണം. അത് അവരും പരസ്പരം അങ്ങനെ തന്നെയാ. അവര് തമ്മിലും അങ്ങനെ തന്നെയാ.
പരസ്പര ബഹുമാനം കൂടുതലാണ്, നമുക്കൊന്നും ഇല്ലാത്തൊരു കേസാണ്. നമ്മൾ റോട്ടിലൊക്കെ കിടന്ന് കാണിക്കും. അതെ, മറ്റേ ഓവർടേക്ക് ആ വണ്ടി ഓടിക്കുമ്പോ നമുക്ക് ഇപ്പൊ ഞാനിപ്പോ ഇന്ന് വരുന്ന വഴി ഞാൻ കണ്ടാണ്, ഒരാള് നമ്മുടെ 2 ലൈനിൽ പോകുന്നുണ്ട്, ഒരാള് ലെഫ്റ്റിലോട്ട് കയറി പുള്ളിക്ക് മുന്നോട്ട് പോകണം. അപ്പൊ പുള്ളി പകുതി എടുത്ത് പുറകിൽ വന്നവനെ അവനെ കയറ്റി വിടാൻ ഈഗോ അടിച്ച് അവനെ ഹോണടിയോട് ഹോണടി. എന്നാ ഇത് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ അത് കണ്ടല്ലോ, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ തന്നെ അത് മനസ്സിലാവും. പയ്യെ ചവിട്ടി കൊടുക്കും, അവനങ്ങ് പൊക്കോട്ടെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ. പിന്നെ അപ്പോ ഇവന്റെ ചിന്ത എന്ന് പറഞ്ഞാല് ഞാൻ വരുന്ന കണ്ടില്ല, അതിന്റെ ഇടയിൽ കൂടിയാണ് കുത്തിക്കയറ്റണെന്നൊക്കെയുള്ള ചിന്തയാണ്, വേറെ ചിന്തയാണ്. ആ നമ്മൾ ഇത്തരം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനം ഇല്ല, ഹോണടിയേ ഇല്ല. അതെ അതെ, അവരുടെ ഒരു ഡ്രൈവിംഗ് കൾച്ചർ തന്നെ കമ്പാരിറ്റീവ്ലി നമ്മളുമായിട്ട് ഫാർ ബെറ്റർ ആണ്. ഡ്രൈവിങ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു രാജ്യത്തെ ആളുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇന്ത്യക്കാരെ എവിടെ ചെന്നാലും, അല്ല ഇന്ത്യക്കാരെ എസ്പെഷ്യലി മലയാളീസിനെയൊക്കെ എവിടെ ചെന്നാലും, പക്ഷെ വിദേശത്ത് പോയവർ നടക്കത്തില്ല, കറക്റ്റായിട്ട് ചെയ്യും. അത് ഈ മറ്റേ നമുക്ക് ഈ പറയുന്ന പോലെ ട്രാഫിക് റൂൾസിൽ കുറെ സിഗ്നൽസ് ഉണ്ടല്ലോ, അതായത് ഓവർടേക്ക് ചെയ്യുന്നതും സ്റ്റോപ്പിന്റെ ഒക്കെ. അപ്പൊ ഇതല്ലാത്ത കുറെ സിഗ്നൽസ് ഇവർ കാണിക്കും. ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച കുറച്ചാണെന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പം ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇനി ഇപ്പൊ ടോട്ടലി എത്ര രാജ്യങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്തു? 21 രാജ്യമായിട്ടുള്ളൂ. ഞാൻ രാജ്യമൊന്നും പിന്നെ അങ്ങനെ ഫോക്കസ് ചെയ്തൊന്നും പോകാറില്ല. നമ്മൾ ഓരോ സ്പെഷ്യാലിറ്റി ഉള്ള സ്ഥലങ്ങൾ നോക്കി പോകാം. എനിക്ക് ഇഷ്ടപ്പെട്ട സുവനീർസ് ഒക്കെ കളക്ട് ചെയ്യാറുണ്ട്. എല്ലാ രാജ്യങ്ങളുടെ മാത്രമല്ല, ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെ സുവനീർസാണ്. ഓരോ രാജ്യത്തും ഇപ്പൊ എക്സാമ്പിൾ ഡൽഹി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അതായിട്ട് ബന്ധപ്പെട്ട് കിട്ടുമല്ലോ. നമ്മൾ സൗത്ത് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ സുവനീർ വേറെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലെ സുവനീർ കളക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇനിയിപ്പം ഇതുവരെ 21 രാജ്യങ്ങൾ സന്ദർശിച്ചു. അപ്പൊ ഇനിയിപ്പം എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എത്ര രാജ്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ രാജ്യങ്ങളുടെ എണ്ണം ഞാൻ നോക്കാറില്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ല. സ്പെഷ്യാലിറ്റി നോക്കി പോകുന്നു. ഓരോ ജിയോഗ്രഫിക്ക്, ഹിസ്റ്റോറിക്കല്, ഇങ്ങനത്തെ പ്രത്യേകതകളൊക്കെ ഉള്ള അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം സെലക്ട് ചെയ്താണ് ഞാൻ പോകുന്നത്. ഈ സ്ഥലമൊക്കെ സെലക്ട് ചെയ്യാൻ ഒറ്റയ്ക്കാണോ ഇരിക്കാറ്, അതോ ഇപ്പം വൈഫും ഇത് കൊള്ളാം അങ്ങനെ ഇടപെടാറേ ഇല്ല? എന്താന്ന് വെച്ചാൽ ആയിക്കോല്ലേ. നമ്മള് അഭിപ്രായങ്ങളൊക്കെ ഞാൻ ചോദിക്കാം, ഞാൻ തന്നെ എല്ലാം പ്ലാൻ ചെയ്യുന്നു, സ്ഥലം തീരുമാനിക്കുന്നു, അതിന്റെ ഐറ്റിനറി ഉണ്ടാക്കുന്നു, പോകുന്നു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് എല്ലാം ഫുൾ പ്ലാനിങ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു. ഓക്കെ, താങ്ക് യു.